വ്യാപക പ്രതിഷേധങ്ങൾ ഉയരുന്നതിനിടെ 9 ദിവസത്തെ ജയിൽവാസത്തിന് ശേഷം കന്യാസ്ത്രീകൾ പുറത്തേക്ക്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് NIA കോടതി ജാമ്യം അനുവദിച്ചു. പാസ്പോർട്ട് കെട്ടിവെക്കണം, 2 പേർ ജാമ്യം നിൽക്കണം, 50,000 രൂപ വീതം കെട്ടിവെക്കണം എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. ഛത്തീസ്ഗഡിലെ ദുർഗിൽ അറസ്റ്റിലായ കണ്ണൂർ തലശ്ശേരി ഉദയഗിരി ഇടവകാംഗം സിസ്റ്റർ വന്ദന ഫ്രാൻസിസ്, അങ്കമാലി എളവൂർ ഇടവകാംഗം സിസ്റ്റർ പ്രീതി മേരി എന്നിവർക്ക് NIA കോടതി ജാമ്യം അനുവദിച്ചു. പാസ്പോർട്ട് കെട്ടിവെക്കണം, 2 പേർ ജാമ്യം നിൽക്കണം, 50,000 രൂപ വീതം കെട്ടിവെക്കണം എന്നീ ഉപാധികളോടെയാണ് ജാമ്യം. അറസ്റ്റിനെതിരെ വ്യാപക പ്രതിഷേധം ഉയരുന്നതിനിടെ 9 ദിവസത്തെ ജയിൽവാസത്തിനു ശേഷമാണ് കന്യാസ്ത്രീകൾ ജയിൽ മോചിതരാകുന്നത്. ജാമ്യത്തിനായി ഇടപെട്ട എല്ലാവർക്കും ഇവരുടെ കുടുംബം നന്ദി അറിയിച്ചു. ഓഫീസ്, ആശുപത്രി ജോലിക്കായി കൂടെ കൂട്ടിയ 3 പെൺകുട്ടികളോടൊപ്പം റെയിൽവേ സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഹിന്ദു സംഘടനാ പ്രവർത്തകർ കന്യാസ്ത്രീകളെ തടഞ്ഞുവെച്ച് പോലീസിന് കൈമാറിയത്. പ്രായപൂർത്തിയായ പെൺകുട്ടികൾ കുടുംബത്തോടൊപ്പമായിരുന്നു റെയിൽവേ സ്റ്റേഷനിലെത്തിയത്. ജോലിക്കായാണ് പെൺകുട്ടികൾ എത്തിയതെന്ന് കുടുംബം വ്യക്തമാക്കിയെങ്കിലും മനുഷ്യക്കടത്ത്, നിർബന്ധിത മതപരിവർത്തനം എന്നീ കുറ്റകൃത്യങ്ങൾക്കുള്ള വകുപ്പുകൾ ചുമത്തി കന്യാസ്ത്രീകളെ ജയിലിലടക്കുകയായിരുന്നു. മനുഷ്യക്കടത്ത് NIA നിയമത്തിലെ ഗുരുതര കുറ്റകൃത്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുന്നതിനാൽ ഇവ പരിഗണിക്കാൻ NIA പ്രത്യേക കോടതിക്കാണ് അധികാരമെന്ന് സർക്കാർ വാദിച്ചു. ഇത് അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചിരുന്നു. ആദ്യം കേസ് പരിഗണിച്ച മജിസ്ട്രേറ്റ് കോടതിയും ഇതേ കാരണം പറഞ്ഞാണ് അപേക്ഷ തള്ളിയത്. തുടർന്നാണ് കന്യാസ്ത്രീകൾ NIA കോടതിയെ സമീപിച്ചത്. ജാമ്യത്തെ ഛത്തീസ്ഗഡ് സർക്കാർ എതിർക്കില്ലെന്ന് BJP കേന്ദ്ര നേതൃത്വം സംസ്ഥാന നേതാക്കൾക്ക് ഉറപ്പു നൽകിയിരുന്നു. ന്യൂസ് ഡെസ്ക് മെട്രോ 7. കമ്പ്യൂട്ടറിൽ നിങ്ങളുടെ കാഴ്ച പരിശോധിക്കുവാൻ ക്വാളിഫൈഡ് ഒപ്ട്രോമെട്രിസ്റ്റിന്റെ സേവനം ലഭ്യമാണ്. KR Opticals, നിയർ ഫെഡറൽ ബാങ്ക്, പള്ളുരുത്തി. സ്പെക്സ് വേൾഡ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരുവേലിപ്പടി. KR Opticals, കമ്പർഷൻ മുക്ക്, കുമ്പളങ്ങി.